നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, മാധവ് കഴിച്ചിട്ട് പോയോ? അച്ഛന് ഇന്നേതോ കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. ആ ശരിയാ, അവൻ പറഞ്ഞായിരുന്നു അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഏതോ ഒരാളിന്റെ മോളുടെ കല്യാണമാന്ന്. രണ്ടാം ഘട്ടാ പയ്യൻ. പെണ്ണിന്റെ ജാതകത്തിൽ എന്തോ അല്ല, വേറെ ആരും ആഹാരം കഴിക്കാൻ കാണുന്നില്ലല്ലോ, എന്തു പറ്റി? അമ്മേ, അവരാരും ആഹാരം കഴിക്കാൻ വരുന്നില്ല. ഒരാൾക്ക് വിശപ്പില്ല, മറ്റു രണ്ടുപേരുടെയും ഭക്ഷണം മുറിയിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും പട്ടിണി സമരം അച്ഛമ്മേ. എന്നിട്ടാണോ മനോജ് ഭക്ഷണം മുറിയിലോട്ട് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞത്? അതിനും നിരാഹാര സമരം എന്നാണോ പറയുന്നേ? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില ഹരിതയുടെയും മനോജിന്റെയും സമരം. സുചിത്രയും കൂടി പട്ടിണിക്കിട്ടുകൊണ്ടുള്ള കടുത്ത സമരത്തില പ്രകാശ്. ഇല്ല, അവരാരും വരുന്നില്ല. നീ കഴിക്ക്. എല്ലാരും ഒപ്പമില്ലാത്തത് കൊണ്ടാകും ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. വർഷമോളം കൂടെ ഇറങ്ങിപ്പോയപ്പോ വല്ലാത്തൊരു ശൂന്യത തന്നെ. മോളെ, ചോറ് കഴിക്ക. എനിക്ക് ചോറ് വേണ്ട വന്ദനമ്മേ. ഈശ്വര, ഈ വീടിന്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. എല്ലാവരും ഒരേ ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഒരേ മനസ്സോടെ അത്താഴം കഴിച്ചിരുന്നതാ. വന്ദനമ്മേ, നിക്ക്, ഞാനും വരാം. മോളെ, മാധവനോട് നീ ഇവിടെ നടന്നതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. നന്നായി. പാവം എന്റെ കുഞ്ഞു സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ. കണ്ണുനീരൊക്കെ തുടച്ചു കളാം, എന്നിട്ട് മാധവന്റെ അടുത്തേക്ക് പോ. നിന്റെ ശബ്ദം ഒന്ന് ഇടറിയ അവനതറിയാൻ പറ്റുവേ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.